ആവശ്യത്തിനും അനാവശ്യത്തിനും അഭിപ്രായങ്ങൾ പറയുന്ന ചിലരുണ്ട്. ആവശ്യമില്ലാത്തിടത്ത് കയറി അഭിപ്രായങ്ങൾ പറഞ്ഞ് പണി വാങ്ങുന്ന ചിലരുമുണ്ട്. അതിൽ ഒരാളായിരിക്കുന്നു മേജർ രവി, സംവിധായകൻ മേജർ രവി. മേജർ രവി ആരാണ്? ഒരു കാലത്ത് ഇന്ത്യൻ സൈന്യത്തിലെ മേജറായിരുന്നു. പിന്നീട് കീർത്തിചക്ര എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി മാറി. കീർത്തിചക്ര നന്നായി വിജയിച്ച ചിത്രമാണ്. പിന്നീട് മേജർ രവിയുടെ ഒരു ചിത്രവും വിജയിച്ചില്ല. കുരുക്ഷേത്രയും കാണ്ഡഹാറും ഒക്കെ തകർന്ന് തരിപ്പണമായി മാറി. മിഷൻ 90 ഡേയ്സ്, മമ്മൂട്ടിയെ വെച്ചൊരുക്കിയ മിഷൻ 90 ഡേയ്സ് കച്ചി തൊട്ടില്ല. ഇപ്പോഴിതാ ബി ജെ പിയുടെ മുഖമായി മാറിയിരിക്കുകയാണ് മേജർ രവി. മേജർ രവി സമൂഹത്തിൽ ശ്രദ്ധ നേടാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പല വിവാദങ്ങൾക്കും വഴിമരുന്ന് ഇടുന്നുണ്ട്. ഡൽഹിയിൽ CJP നടത്തിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ മോഹൻലാലിൻ്റെ മകൾ വിസ്മയെ മേജർ രവി അധിക്ഷേപിച്ചു. വിസ്മയെ മേജർ രവി വിമർശിച്ചു. വിസ്മയ വിദ്യാർത്ഥി സമരത്തെ പിന്തുണച്ചത് കാര്യമറിയാത്തത് കൊണ്ടാണെന്നും വിസ്മയ്ക്ക് വിവരമില്ലെന്നും പറഞ്ഞു വെച്ചു മേജർ രവി. അതിന് മറുപടിയുമായി വിസ്മയ എത്തി. മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ താൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും തൻ്റെ പിതാവ് തൻ്റെ നിലപാടുകളോട് യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും നടത്തില്ല എന്നും വിസ്മയ പറഞ്ഞു. ഞങ്ങൾ ഏത് രീതിയിൽ വളരണമെന്ന്, ഞങ്ങൾ ഏത് രീതിയിലുള്ള ആശയം പിന്തുടരണമെന്ന് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ ഉപദേശിക്കാറില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വ്യക്തിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. മറ്റാരുടെയും അഭിപ്രായം എനിക്ക് കൈക്കൊള്ളേണ്ട കാര്യമില്ല. മറ്റൊരാളുടെയും അഭിപ്രായത്തിൽ എനിക്ക് അലോസരപ്പെടേണ്ട കാര്യമില്ല. ഇതാണ് വിസ്മയ പറഞ്ഞു വെച്ചത്. അതായത് മേജർ രവിക്ക് തൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ അവകാശം ഇല്ല എന്ന് അർത്ഥം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഡൽഹിയിൽ നടത്തിയ പ്രക്ഷോഭം ഇന്ത്യൻ ചരിത്രത്തിലെ തിളക്കമാർന്ന അധ്യായമായി മാറിക്കഴിഞ്ഞു. ഒരുപാട് സെലിബ്രിറ്റികൾ ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. ആ പ്രക്ഷോഭത്തിന് പിന്തുണയുമായാണ് വിസ്മയ മോഹൻലാൽ എത്തിയത്. അതാണ് മേജർ രവിയെ പ്രകോപിപ്പിച്ചത്. ആ പ്രക്ഷോഭം വിദേശ ഫണ്ടിങ്ങിലൂടെ നടത്തുന്ന പ്രക്ഷോഭമാണെന്നും ബിരിയാണിക്കും മദ്യത്തിനും വേണ്ടിയാണ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതെന്നും ഉള്ള അപക്വമായ ഒരു പ്രസ്താവനയാണ് മേജർ രവി നടത്തിയത്. മദ്യത്തിനും ബിരിയാണിക്കും വേണ്ടി പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയാണ് വിദ്യാർത്ഥികൾ. ഇതാണ് മേജർ രവിയുടെ അപക്വമായ പ്രസ്താവന. അതിനെതിരെ മാളവിക എന്ന +1 വിദ്യാർത്ഥിനി മേജർ രവിക്ക് വക്കീൽ നോട്ടീസും മേജർ രവിക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ മേജർ രവി പൂർണ്ണമായും എയറിലാണ്. സംവിധായകൻ എന്ന നിലയിൽ മേജർ രവി പൂർണ്ണമായും പരാജയമാണ്. മേജർ രവിയുടെ സിനിമകൾ മേജർ രവി അല്ല സംവിധാനം ചെയ്യുന്നത് എന്നെല്ലാവർക്കും അറിയാം. മേജർ രവി മുമ്പും പല വിധത്തിലുള്ള വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. നടൻ ഉണ്ണി മുകുന്ദൻ മേജർ രവിയെ തല്ലിയിട്ടുണ്ട് ഒരിക്കൽ, സലാം കാശ്മീരിൻ്റെ ലൊക്കേഷനിൽ വെച്ച്. ഉണ്ണി മുകുന്ദനെ അപമാനിച്ച മേജർ രവിക്ക് ഉണ്ണി മുകുന്ദൻ കണക്കിന് കൊടുത്തു. നല്ല ഇടി കിട്ടി മേജർ രവിക്ക് അന്ന്. ഇപ്പോൾ വിസ്മയോട് മുട്ടാൻ മേജർ രവി എത്തിയിരിക്കുന്നു. വിസ്മയ അതിന് മനോരമ ഓൺലൈനിലൂടെ മറുപടിയും നൽകിയിരിക്കുന്നു. തൻ്റെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടേണ്ട, തൻ്റെ കാര്യം നോക്കാൻ തനിക്കറിയാം. തനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ താൻ ഉറച്ചു നിൽക്കും. ഇതാണ് വിസ്മയ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം പുതിയൊരു പ്രോജക്റ്റ് മോഹൻലാലിനെ വെച്ച് പുതിയൊരു പ്രോജക്റ്റുമായി മുന്നോട്ട് പോവുകയായിരുന്നു മേജർ രവി. ഓപ്പറേഷൻ സിന്ദൂറിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പ്രോജക്റ്റ്. അതിൻ്റെ പൂജയൊക്കെ വലിയ സംഭവമായി തന്നെ നടന്നു. പക്ഷേ ഇപ്പോൾ മോഹൻലാൽ ആ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. തൻ്റെ മകൾക്കെതിരെ തിരിഞ്ഞ മേജർ രവിയെ അനുകൂലിക്കാൻ മോഹൻലാൽ തയ്യാറല്ല എന്ന് വ്യക്തം. സംഘപരിവാറും BJPയും ഒക്കെ വിദ്യാർത്ഥി സമരത്തെ പിന്തുണച്ചതിൻ്റെ പേരിൽ
വിസ്മയക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. പക്ഷേ വിസ്മയ തൻ്റെ നിലപാടിൽ ഉറച്ച് നിൽക്കുന്നു. തുടക്കം എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്കും കടന്നു വന്നിരിക്കുകയാണ് വിസ്മയ മോഹൻലാൽ. വിസ്മയ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മലയാളത്തിൽ വിസ്മയം സൃഷ്ടിക്കുന്നു. മേജർ രവിക്ക് വലിയൊരു പ്രോജക്റ്റ് വിസ്മയെ വിമർശിച്ചതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ ആസ്പദമാക്കി ഒരുക്കിയ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൽ കേണൽ മഹാദേവനായി മോഹൻലാൽ വീണ്ടും എത്തുമെന്ന വാർത്തയൊക്കെ മേജർ രവി ആഘോഷിച്ചു. പക്ഷേ മോഹൻലാൽ ആരാധകർ പോലും അത് തിരസ്കരിച്ചു കഴിഞ്ഞു. കാരണം കേണൽ മഹാദേവനായി കീർത്തിചക്രയിൽ മാത്രമാണ് തിളങ്ങാൻ കഴിഞ്ഞത് മോഹൻലാൽ. അതിൽ ജീവ എന്ന തമിഴ്നാടിനും ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയം. പിന്നീട് കുരുക്ഷേത്രയും കാണ്ഡഹാറിൽ സാക്ഷാൽ അമിതാഭ് ബച്ചൻ എത്തിയിട്ടും രക്ഷയില്ലാതായി മാറി. ബിയോണ്ട് ദി ബോർഡർ അടക്കമുള്ള ചിത്രങ്ങളൊക്കെ പരാജയപ്പെട്ടു. മമ്മൂട്ടി ഡേറ്റ് കൊടുത്തിട്ടും മമ്മൂട്ടിയെ വെച്ച് ഒരു സിനിമ വിജയിപ്പിക്കാനുള്ള കഴിവ് മേജർ രവിക്ക് ഉണ്ടായില്ല. പൃഥ്വിരാജിനെ വെച്ച് പിക്കറ്റ് 40 അങ്ങനെ എന്തോ ഒരു സിനിമയും കൂടെ ചെയ്തു. 7 ദിവസം പോലും ഓടിയില്ല. ജാവദ് ജഫ്രിയും ആ ചിത്രത്തിൽ ഉണ്ടായി. എന്തായാലും മേജർ രവിക്ക് വിസ്മയെ വിമർശിച്ചതിലൂടെ വലിയ നഷ്ടമാണ് വന്നിരിക്കുന്നത്. സമൂഹത്തിന് മുമ്പിൽ മേജർ രവി ഒറ്റപ്പെട്ടിരിക്കുന്നു. സിനിമയിൽ മേജർ രവി ഒറ്റപ്പെട്ടിരിക്കുന്നു. മേജർ രവിക്ക് സിനിമയിൽ ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാണ്. കാരണം മോഹൻലാലിൻ്റെ ഒരു വാത്സല്യം കൊണ്ടാണ് മേജർ രവി വളർന്നത്, സംവിധായകനായി മാറിയത്. മോഹൻലാലും പ്രിയദർശനും ഒക്കെയായി നല്ല ബന്ധം മേജർ രവി സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മേജർ രവിക്ക് സിനിമയിൽ തിളങ്ങാനായി ഒരുപാട് സിനിമകൾ കിട്ടി. പക്ഷേ പിന്നീട് BJPയുടെയും സംഘപരിവാറിൻ്റെയും നാവായി മാറുന്ന മേജർ രവിയാണ് മലയാളികൾ കണ്ടത്. ഡൽഹിയിൽ നടന്ന ഐതിഹാസികമായ വിദ്യാർത്ഥി സമരത്തെ വളരെ മ്ലേച്ഛമായ ഭാഷയിലാണ് മേജർ രവി വിമർശിച്ചത്. ആ വിദ്യാർത്ഥി സമരത്തെ മദ്യത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഉപഭോഗ സംസ്കാരത്തിൻ്റെയും സമരമാക്കി ചിത്രീകരിക്കാൻ മേജർ രവി ശ്രമിച്ചു. അതിനെതിരെ കേസുകളും നിലവിൽ വന്നു. ആ വിദ്യാർത്ഥി സമരം BJP സർക്കാർ, മോദി സർക്കാർ നേരിട്ട ഏറ്റവും വലിയ കലാപമായിരുന്നു. ആ കലാപത്തിൽ വിദ്യാർത്ഥികൾ വിജയിച്ചു. ആ കലാപത്തിൽ വിദ്യാർത്ഥികൾ വിജയിക്കുക മാത്രമല്ല, ആ വിദ്യാർത്ഥികളുടെ അസ്തിത്വം ആ കലാപത്തിലൂടെ അവർ വീണ്ടെടുത്തു. ഈ സാഹചര്യത്തിലാണ് മേജർ രവി ഞഞ്ഞാമിഞ്ഞ പറഞ്ഞ് വന്നിരിക്കുന്നത്. വിസ്മയെ തിരുത്താൻ മേജർ രവി വളർന്നിട്ടില്ല. അതാണ് വിസ്മയ വ്യക്തമാക്കിയത്. എന്നെ പഠിപ്പിക്കാൻ വരണ്ട, എന്നെ പഠിപ്പിക്കാൻ നിങ്ങൾ വളർന്നിട്ടില്ല. മേജർ രവിക്ക് ധനനഷ്ടം, മാനഹാനി.